ഇനി നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്താണ് പറയുന്നതെന്ന്. സക്സസ് ആവുമോ, മുന്നോട്ട് പോകുമോ, തടസ്സം ഉണ്ടാവുമോ, എന്താണ് ഡിവൈൻ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹാൻഡ്മാൻ, മജീഷ്യൻ, ഓക്കെ, Ace of Pentacles, Six of Wands, Three of Swords, okay, Four of Wands, Page of Wands, King of Pentacles, Chariot, Ace of Wands, bottom of the deck. ഇവിടെ ഓവറോൾ നമുക്ക് ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നോ അതുപോലെ മാത്രം എടുക്കുക. ഓക്കെ, ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഡിവൈൻ പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ അവരുടെ ചിന്തകൾ മാറി മറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റിവിറ്റിയുമായി വരാനുള്ള സാധ്യതയുണ്ട് എന്നും അവരുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവരുടെ ചിന്തകൾ ഒരു ഹീലിങ്ങിൽ കൂടെയൊക്കെ കടന്നുപോയി അവരുടെ ചിന്തകൾ മാറി വരുന്നതായി കാണുന്നു. മജീഷ്യൻ വെച്ച് ആ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ കൊണ്ടാണ് ഈ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറായി നിങ്ങളുടെ അടുത്തേക്ക്, ഇവരുടെ ചിന്തകൾ മാറി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇവർ തീരുമാനമെടുക്കുന്നത് എന്നും ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ത്രീ ഓഫ് സ്വാർട്സ് വെച്ച് നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകും എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന. മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക, അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്ന് തന്നെ ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ചിലർക്ക് ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, അവരുടെ റിലേഷൻഷിപ്പ് ഒരുപടി മുന്നോട്ട് പോകുന്നതായും അവരുടെ പേഴ്സൺ ഒരു ഉറച്ച തീരുമാനവുമായി അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതായിട്ടും ഡിവൈൻ പറയുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ് വെച്ച് തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന പലർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ് വെച്ച് ഒരുപാട് പേർക്ക് ഒരു പുതിയ തുടക്കം, അവരുടെ റൊമാൻറ്റിക് ലൈഫിൽ ഒരു ന്യൂ ലവ്, ന്യൂ പ്രപ്പോസൽ അങ്ങനെയൊക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു പാർട്ട്ണറെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലുള്ളവർ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ റിലേഷൻഷിപ്പിലാണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നു.